പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡീമൺ ഒന്നുമല്ല, അത് ട്രെയിനിലെ കണ്ടക്ടറായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒന്ന് മിസ്റ്റീരിയസ് ആയിട്ട് അയാളെ തോന്നുന്നുണ്ട്. ശേഷം ടാഞ്ചറിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ എല്ലാ ടിക്കറ്റും പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതേസമയം ട്രെയിനിന്റെ ഉള്ളിലെ ലൈറ്റ് ഓഫ് ആവുകയാണ്. അപ്പോൾ ക്യോഞ്ചിറോ എണീച്ചിട്ട് ഹേ ടിക്കറ്റ് മാമ, ഇവിടെ ഇപ്പോൾ ഒരു ഡീമൺ വരാൻ പോവാണ്ട്, അതുകൊണ്ട് കുറച്ച് മാറി നിൽക്ക്. അതേസമയം ലേറ്റ് വരികയാണ്, അതിന്റെ കൂടെ ഡീമനും. അപ്പോ റെങ്കോക്കു അവന്റെ വാള് പുറത്തേക്ക് എടുക്കുകയാണ്, വളരെ സ്റ്റൈലിഷ് ആയിട്ട്. അവന് ചുറ്റും ഒരുപാടധികം ഫ്ലെയിം വരെ പറക്കുന്നുണ്ട് കേട്ടോ. ശേഷം ആ ഡീമനെ നോക്കി റെങ്കോക്കു പറയാണ്, ഈ ട്രെയിനിലുള്ള ഒരു മനുഷ്യനെ പോലും ഞാൻ നിന്നെ കൊല്ലാൻ സമ്മതിക്കില്ല, അതുമാത്രമല്ല ഞാൻ നിന്നെ കൊന്ന് ചാരമാക്കി കളയും. ഇതൊക്കെ കാണുമ്പോൾ രോമാഞ്ചം എവിടുന്നൊക്കെയാണ് പൊന്തുകയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ക്യോഞ്ചിറോ ഫ്ലെയിം ബ്രീത്തിങ് ഫസ്റ്റ് ഫോം അൺനോയിങ് ഫയർ ഉപയോഗിച്ച് ആ ഡീമന്റെ തല വെട്ടിക്കളയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ രോമാഞ്ചം കൊണ്ടൊരു മയമാണ്. ഇതും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സീനാണ്. അങ്ങനെ അത് കാണുന്ന ടാഞ്ചിറോ അമേസിങ് എന്ന് പറയുന്നുണ്ട്. അതോടെ ആ ഡീമന്റെ ബോഡി ചാരമായി പോവുകയാണ്. അപ്പോൾ ക്യോഞ്ചിറോ മറ്റേ കമ്പാർട്ട്മെന്റിലേക്ക് നോക്കിയിട്ട് ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി പോവാണ്. പിന്നാലെ ടാഞ്ചിറോയും സംഘവും ഉണ്ട്. അങ്ങനെ അവർ മറ്റേ കമ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിൽക്കുന്നു ഒരു ഡീമൻ. അതിനെ കണ്ട് എല്ലാവരും ഓടി വേറെ കമ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഇപ്പോ ആ കമ്പാർട്ട്മെന്റിലുള്ളത് ഡീമനും ടാഞ്ചിറോയും ഇനോസ്കയും സെനിറ്റ്സുവും മാത്രം. അതിനെ കാണുന്ന ഇനോസ്കെ ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചെല്ലാണ്. അപ്പോൾ ടാഞ്ചിറോ പറയുന്നുണ്ട് അവിടെ ഒരു പയ്യനുണ്ട് നോക്കിപ്പോ. അങ്ങനെ ഇനോസ്കെ ആ ഡീമനെ വെട്ടാൻ വേണ്ടി ഓടിച്ചെല്ലാണ്. പക്ഷെ അവന് കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഇനോസ്കെ റെങ്കോക്കു വന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി നിർത്തുകയാണ്. ശേഷം ആ പയ്യനെ ഒരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കുന്നു. എന്നിട്ട് ക്യോഞ്ചിറോ അവന്റെ സെക്കൻഡ് ഫോമായ റൈസിംഗ് സ്കോർച്ചിങ് സൺ ഉപയോഗിച്ച് ആ ഡീമന്റെ തല അരിഞ്ഞു കളയാണ്. അത് കണ്ട് അവർ 3 പേരും അന്തം വിട്ട് തൊള്ളയും പൊളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ടാഞ്ചിറോ എന്നെ നിങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. അപ്പൊ റെങ്കോക്കു അതേ എന്ന് പറയാണ്. കൂട്ടത്തിൽ ഇനോസ്കയും സിനിറ്റ്സും കൂടി പറയുന്നുണ്ട് ഞങ്ങളെയും കൂടി നിങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ. അപ്പൊ ക്യോഞ്ചിറോ ഓക്കെ, നിങ്ങളെ 3 പേരെയും എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എടുക്കാം. അത് കേൾക്കുന്ന അവർ 3 പേരും റെങ്കോക്കു ബ്രോ എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അതിനുശേഷം അവർ 4 പേരും അവനവന്റെ കമ്പാർട്ട്മെന്റിൽ പോയി ഉറങ്ങാണ്. അപ്പോഴാണ് ആ ട്രെയിൻ കണ്ടക്ടർ ഓടി മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. അയാൾ ഒരുപാടധികം പേടിച്ചിട്ടുണ്ട്. ശേഷം അയാൾ നിലത്തേക്ക് മുട്ടുകുത്തി വീണിട്ട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, എന്നെ വെറുതെ വിട്ടൂടെ. അവൻ പറയുന്നത് ആരോടാണെന്ന് നോക്കുമ്പോൾ ഒരു കൈയിനോടാണ്. അതെ, ഒരു ഡീമന്റെ കൈ. അപ്പോ ആ കയ്യിലുള്ള വായ അവനോട് പറയാണ് ഓക്കെ നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആ കണ്ടക്ടറെ അവിടെ തന്നെ ഉറക്കി കിടത്തുകയാണ്. അതിനുശേഷം ആ കൈ തിരിഞ്ഞിട്ട് അതിന്റെ പുറകിലുണ്ടായിരുന്ന 4 കുട്ടികളോട് നിങ്ങളുടെ ജോലി പോയി ചെയ്യുന്നു പറയാണ്. അപ്പോൾ ആ കുട്ടികൾ ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ കൈ പറയാണ് ഇപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയും. അതേസമയം ഞാൻ നിങ്ങൾക്ക് തന്ന മാന്ത്രിക കയർ ഉപയോഗിച്ച് അവരുടെയും നിങ്ങളുടെയും കയ്യിൽ കൂട്ടിക്കെട്ടണം. അതിനുശേഷം നിങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് പോയിട്ട് സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഒരു കോർ നിങ്ങൾ പൊട്ടിക്കണം. അതിനുശേഷം ഞാനും നിങ്ങളെ ഉറക്കാം. അങ്ങനെ ടാഞ്ചിറോ കാണിക്കുന്ന സമയത്ത് അവന്റെ സ്വപ്നത്തിലേക്ക് നമ്മൾ പോവാണ്. സ്വപ്നത്തിൽ എന്താണെന്നാൽ മഞ്ഞ് മൂടിയ കാട്ടിലൂടെ ടാഞ്ചിറോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ട്രെയിനിലല്ലേ ഉണ്ടായിരുന്നേ, ഞാൻ അങ്ങനെ എവിടേക്ക്. പെട്ടെന്ന് അവന്റെ കത്തി അവൻ ഊരാൻ നോക്കുന്ന സമയത്ത് അവന്റെ മരിച്ചുപോയ അനിയത്തിയെയും അനിയനെയും അവൻ കാണുകയാണ്. അവൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ശേഷം അവൻ പെട്ടെന്ന് അവരെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവന്റെ കോസ്റ്റ്യൂം തന്നെ മാറുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു അതുപോലെ. അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ആ ഡീമനെയാണ്. അത് ട്രെയിനിന്റെ മുകളിലിരുന്ന് സ്വന്തം തന്നെ പറയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വലിയ സ്വപ്നമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാടധികം സ്വപ്നങ്ങൾ തരും. ആ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകും. ആ സമയം ഞാൻ നിങ്ങളെ വന്ന് കൊല്ലും എന്നിങ്ങനെ നടക്കാത്ത കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. അതേസമയം അവൻ പറഞ്ഞു വിട്ട ആ 4 കുട്ടികൾ ടാഞ്ചിറോയുടെയും ഇനോസ്കയുടെയും റെങ്കോക്കുവിന്റെയും സെനിറ്റ്സുവിന്റെയും കയ്യിലെല്ലാം അവരുടെ കയറ് കെട്ടാണ്. ശേഷം അവരുടെ ഫ്രണ്ടിൽ പോയി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ടാഞ്ചിറോയുടെ സ്വപ്നം കാണിക്കുന്ന സമയത്ത് അവന്റെ ഫാമിലിയുടെ കൂടെ വളരെ സന്തോഷത്തോടെ കഴിയുന്നതാണ്. അങ്ങനെ സെനിറ്റ്സുവിന്റെ സ്വപ്നം കാണുമ്പോൾ സെനിറ്റ്സുവും നെസുക്കോയും വളരെ സന്തോഷത്തോടെ പ്രേമിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇനോസ്കയുടെ സ്വപ്നം എന്താന്ന് നോക്കുമ്പോൾ അവന്റെ സ്വപ്നത്തിലും നെസുക്കോ തന്നെയാണുള്ളത്. പക്ഷേ അവളുടെ രൂപം ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോ അവിടേക്ക് റക്കൂൺ രൂപത്തിലുള്ള സെനിറ്റ്സും ടാഞ്ചിറോയും വന്നിട്ട് ഇനോസ്കെ നേതാവേ, നിങ്ങളാണ് ഞങ്ങൾക്ക് വലിയ ആള്, നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യും, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ ഡീമനെ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അവർ 4 പേരും ഡീമന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അപ്പോ ഇനോസ്കയുടെ സ്വപ്നം പോലെ തന്നെ ആ ഡീമൻ ആ ട്രെയിൻ ആയിരുന്നു. അങ്ങനെ അവർ 4 പേരും ആ ഡീമനെ കൊല്ലാൻ പോവാണ്. അവിടെ സീൻ കെട്ടിയത് പിന്നെ റെങ്കോക്കുവിന്റെ സ്വപ്നം കാണിക്കുകയാണ്. അത് റെങ്കോക്കു അവന്റെ അച്ഛന്റെ മുന്നിൽ ചെന്ന് ഇരിക്കുകയാണ്. അച്ഛാ, ഞാനങ്ങനെ ഒരു ഹാഷിരായി മാറി. പക്ഷേ റെങ്കോക്കു പറയുന്നതൊന്നും അവന്റെ അച്ഛൻ കേൾക്കുന്നില്ല. അവന്റെ അച്ഛൻ തിരിച്ച് അവനോട് പറയാണ് അതുകൊണ്ടെന്നാ അതൊക്കെ വെറും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെയും കിടന്നുറങ്ങാണ്. അപ്പൊ റെങ്കോക്കും വളരെ സങ്കടത്തോടെ പുറത്തേക്ക് പോവാണ്.
അപ്പോ അവന്റെ ചെറിയ അനിയനെ അവൻ കാണുന്നുണ്ട്. റെങ്കോക്കുവിനെ കണ്ട അവന്റെ അനിയൻ അവനോട് പറയാണ്, ചേട്ടാ ഞാനും ഒരു ഹാഷിരയായാൽ അച്ഛൻ ഇതുപോലെ എന്നോടും ദേഷ്യപ്പെടുമോ? തിരിച്ച് റെങ്കോക്കു പറയാണ്, അച്ഛനും പണ്ട് ഡീമൺ സ്ലെയറിൽ ഒരു ഹാഷിരയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഒരു പക്ഷേ അമ്മ മരിച്ചതുകൊണ്ടാവും അച്ഛൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്നിരുന്നാലും അച്ഛൻ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു തരും. എന്നിരുന്നാലും നീ ഹാഷിരയാവുന്നത് അച്ഛന് ഇഷ്ടമില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നീ ചെയ്യണം. അങ്ങനെ അവന്റെ അനിയനെ അവൻ ട്രെയിനിങ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി ഒളിഞ്ഞു നിൽക്കുന്നത്. അതായത് അവന്റെ കയ്യിൽ കയർ കെട്ടി അവന്റെ അപ്പുറത്ത് ഇരിക്കുന്ന ആ പെൺകുട്ടി. അവളും ഇപ്പോ റെങ്കോക്കുവിന്റെ സ്വപ്നത്തിലുണ്ട്. അവൾ റെങ്കോക്കുവിനെ കാണാതെ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ തിരയുന്നത് എന്താന്ന് വെച്ചാൽ ആ ഡീമൻ പറഞ്ഞതുപോലെ സ്വപ്നത്തിനും യഥാർത്ഥത്തിനും ഇടയിലുള്ള ഒരു കോറ്.